The people here actually have a taste for good cinema. So it's always a pleasure to come back here. I'd like to thank everyone in my team in the journey that has brought me here at this level. And the good thing is that I am still working. When I started 50 years ago, I had no idea that 50 years later, I'd still be working. And so I have, more than anybody, my audiences to thank very much for this. That has grown by leaps and bounds and become the most popular and professionally managed film festivals among Asia. സാഹിത്യകാരൻ തൂലിക കൊണ്ടെഴുതുന്നതുപോലെ അത്തരം ഒരുപാട് രചനകൾ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും തീവ്രമായ വികാരം മനുഷ്യന് സമ്മാനിക്കുന്ന ആ രീതിയിലേക്ക് സിനിമ മാറുന്നു. സിനിമയ്ക്ക് എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കാനുള്ള ഒരു വലിയ ശക്തിയുണ്ട്. ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ, ലോകത്തെ ഒന്നിപ്പിക്കാൻ അപാരമായ ശക്തിയുണ്ട് സിനിമയ്ക്ക്. എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ന് ഈ മേളയ്ക്ക് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 3 പതിറ്റാണ്ടോളം നീണ്ട ചരിത്രമുള്ള ഈ മേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. Appreciate the movies, understand the movies, and encourage the filmmakers to make more movies. So I really would like to share this prize with fans, all of your audiences, and thank you for so many years of watching my films and appreciating them. Thank you. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് മാത്രം അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സൗഹൃദവും സാഹോദര്യവും ഒക്കെ വെറും ആശയങ്ങളായി നിലകൊള്ളാതെ അവയെ ചലച്ചിത്രത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരവേൽക്കുവാൻ നമുക്ക് ഈ ഒരു സന്ദർഭത്തിലൂടെ തയ്യാറാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ശക്തമായ ഒരു ജ്വാല പോലെ രാജ്യം ക്രമേണ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നവർ ചോദ്യം ചെയ്യപ്പെടും. അവരുടെ വസ്ത്രങ്ങളെപ്പറ്റിയും കൃത്യവും ശേഷമുള്ള നീക്കവകളെപ്പറ്റിയും അവരോട് ആരും ചോദിക്കില്ല. ശൂന്യതയെ ചൊല്ലിയുള്ള അവരുടേതായ കൊള്ളത്തർക്കങ്ങളെപ്പറ്റി ഒരാളും നാളെ അന്വേഷിക്കില്ല. സമാപന ചടങ്ങിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകുന്നു. ലോകത്തെ വനിതാ ഛായാഗ്രഹകരിൽ പ്രമുഖയായ ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർ ആഗ്നസ് ബൊദാർദാണ് ഇത്തവണ ജൂറി ചെയർപേഴ്സൺ. 7 വനിതാ സംവിധായക ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ അടിമേൽ വരെയെന്ന് പറയുന്നതായി ഇന്ദുലക്ഷ്മിയുടെയും ശോഭന പടിഞ്ഞാറ്റിൻ്റെയും ശിവരഞ്ജനിയുടെയും ആദിത്യയുടെയും സിനിമകൾ നാം കാണുകയാണ്. 50 വർഷം പൂർത്തിയാക്കി ഇന്ന് ഉൾപ്പെടെയുള്ളവർ ഈ വ്യക്തി ആത്മഹത്യയാണ്. മോഹൻ, ജയ്, സോമൻ, ജോസ്, കമലഹാസൻ തുടങ്ങിയ അക്കാലത്തെ നിരവധി മുൻനിര അഭിനേതാക്കളുടെ കൂടെ നായിക വേഷത്തിൽ വിദ്വാൻ അഭിനയിച്ചു. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്ന് സൈൻ ലാംഗ്വേജിൽ കാണിക്കാൻ കഴിയും? എങ്ങനെയാണ്? എന്ത് വേണേലും പറഞ്ഞോളൂ, ഞാൻ സൈൻ ലാംഗ്വേജിൽ. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് എന്നുള്ളതിന് എങ്ങനെയാണ് സൈൻ ലാംഗ്വേജിൽ? അത്രേ ഉള്ളൂ. സോറി, 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 മുഖം പറ, സോറി. ആ മുഖത്തുനിന്ന് കൂടെ അത് അറിയണം. സോറി. പിന്നെ സന്തോഷം, വളരെ ഹാപ്പി. പിന്നെ ഇങ്ങനെയും കാണിക്കും, ഹാപ്പി, ഹാപ്പി. അത് കാണിച്ചപ്പോഴാണ് വിശക്കുന്നുള്ളത്. വിശക്കുന്നു, ഇതെല്ലാം മുഖത്തും വരണം. മുഖത്ത് വരണം. എക്സ്പ്രഷൻ, ഇതാണ് എക്സ്പ്രഷൻ്റെ സൈൻ. എക്സ്പ്രഷൻ കറക്റ്റ് ആയിരിക്കണം സൈൻ ലാംഗ്വേജിൽ. ഇപ്പം നമ്മൾ ഹാപ്പി എന്നാണ് ഇങ്ങനെ കാണിച്ചാൽ പറ്റത്. ഹാപ്പി, സന്തോഷമായിരിക്കണം നമ്മുടെ ആ മുഖത്ത്, ആ ഒരു എക്സ്പ്രഷൻ വരണം. ചോദ്യവും വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എല്ലാവരും, ഇപ്പം എല്ലാവരും എന്നുള്ള ഇങ്ങനെ അടിക്കുന്നത്, എല്ലാവരും, എല്ലാ ആൾക്കാരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മുടെ തല ഇങ്ങനെയാണ് ഇരിക്കുന്നോ? അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പം നമ്മളങ്ങനെ ആ ഒരു ഡിഫറൻസ് ശരിക്കും ക്വസ്റ്റ്യനിലും ആൻസറിലും ഒക്കെ ഉണ്ട്. ആ ഒരു എക്സ്പ്രഷൻ, മുഖത്തെ അത്, ഇപ്പം സന്തോഷം, ഇപ്പം നമ്മൾ നവരസം ഒക്കെ കാണിക്കുന്ന പറയുന്നത്, അതുപോലെ വിഷമം, ഇങ്ങനെ, പിന്നെ ദേഷ്യം, അങ്ങനെ ആ ഉള്ള മുഖത്ത് ആ എക്സ്പ്രഷൻ നല്ലതുപോലെ വന്നു കഴിഞ്ഞാൽ സൈൻ ലാംഗ്വേജ് നല്ലതുപോലെ ക്ലിക്ക് ചെയ്യും. കേരള എന്ന് കാണിക്കുന്നത് ഇങ്ങനെ, കേരളയ്ക്ക് 2 സൈനുണ്ട്. കേരള എന്ന് കാണിക്കും, കേരള തേങ്ങ ഇതില്ലേ അത് കാണിക്കും, തേങ്ങ, അത് കേരള. അപ്പോൾ സൈൻ ലാംഗ്വേജ് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയി വളരെയധികം ഇഷ്ടത്തോടെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ജനകീയമായി മാറുന്നത്, വളരെ മനോഹരമായി മാറുന്നത്. അത്തരമൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഈ IFFKയുടെ പൊതുവേദികളിൽ കണ്ടത്. ഏതായാലും വലിയധികം സന്തോഷമുണ്ട്. ഒട്ടേറെ ആൾക്കാർ, ഡഫായിട്ടുള്ള ആൾക്കാർ എത്തുന്ന ഒരു വേദിയിൽ മുഴുവൻ സമയവും ഇങ്ങനെയുള്ള സൈൻ ലാംഗ്വേജോട് കൂടി ഒരാൾ അവിടെ ഉണ്ടായിരുന്നുള്ളത്, അവരെ സഹായിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വലിയ എടുത്തു പറയേണ്ട പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. And on behalf of the Kerala State
Chalachitra Academy and the Government of Kerala, we warmly welcome you all to the grand closing ceremony of the 29th International Film Festival of Kerala. Accolades that you've been winning and will continue to. And now we are going to take a moment and bring back all our jury members back on stage to present a token of our appreciation. ഇവിടെ ഈ മേളയിൽ അവതരിപ്പിക്കുന്നു ലോകത്തെ വിവിധ വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന, ലോകത്തെ വിവിധ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന അങ്ങനെയുള്ള സിനിമകളുടെ പാക്കേജുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ മേളയുടെ ഒരു മേളയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഈ സിനിമകൾ, അതുപോലെ സംഘാടനത്തിന്റെ പ്രത്യേകതകൾ, ഒപ്പം നമ്മൾ നൽകുന്ന പുരസ്കാരങ്ങൾ പ്രധാനമാണ്. ആ പുരസ്കാരങ്ങളുടെ നിർണയം ഏറ്റവും പ്രധാനമാണ്. അത് നിർണയിക്കുന്ന ജൂറി അംഗങ്ങൾ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ജൂറി ചെയർപേഴ്സണായിട്ട് നമ്മൾ ഈ മേളയിൽ നമ്മൾ കണ്ടെത്തിയത് പ്രശസ്ത ക്യാമറ വുമൺ. ഈ ലോക സിനിമയിൽ ഒരുപാട് സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട്. അവിടെ ഏറ്റവും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തിയായിട്ടുള്ള ക്യാമറ വുമൺ ആഗ്നസ് ഗോദാർഡ് എന്ന് പറയുന്ന ആ വലിയ ചലച്ചിത്ര പ്രതിഭയാണ് ഇന്ന് ജൂറിയുടെ ചെയർപേഴ്സൺ. ഇങ്ങനെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയമായി ഈ മേള മാറുന്നു. ഒപ്പം ഈ മേളയുടെ ഒരു വലിയ സവിശേഷതയായിട്ട് പറയാനുള്ളത് ജാഫർ പനേഹി തിരക്കഥയൊരുക്കിയ ദ വിറ്റ്നസ് എന്ന ചിത്രം ആ നിലയിലുള്ളതാണ്. വനിതകളുടെ അവകാശ പോരാട്ടങ്ങൾ പ്രമേയമാക്കിയ സീഡ്സ് ഓഫ് എ സേക്രഡ് ഫിഗ് പോലെയുള്ള ചിത്രങ്ങളും ഈ മേളയിലുണ്ടായി. മലയാള സിനിമാ വിഭാഗങ്ങൾ മികച്ച ദൃശ്യാനുഭവങ്ങൾ പകർന്നു നൽകിയത് തീർച്ചയായിട്ടും ഇവിടെ പങ്കെടുത്തവരുടെ പ്രതികരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിച്ച സിനിമകളുടെ മികവ് കൊണ്ടും എല്ലാം ഇതിൻ്റെ മേളയായിരുന്നു. സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഈ മേള ഐക്യത്തിൻ്റെയും ഒരുമയുടെയും വേദിയായി കൂടി മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഈ മേളയെ വലിയ ഹിറ്റാക്കി മാറ്റിയത് സിനിമയുടെ കാര്യത്തിൽ വലിയ അംഗീകാരമായിട്ടാണ്. ആ ചിത്രത്തെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ആ ചിത്രത്തിൽ ഓഡിയൻസ് പോൾ അടക്കം കിട്ടുന്നത് ഉണ്ടാക്കുന്ന ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായും ഈ പുരസ്കാരം ഒരു നാളേക്കുള്ള ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകർക്കുള്ള ഈ ചലച്ചിത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ കണ്ടുകൊണ്ടുവരുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ അതിഗംഭീരമാക്കി മാറ്റിയത് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരാണ്. അവരെ നമിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേതൃത്വം. ഭിന്നശേഷി സൗഹൃദമായി നടത്തിയ ഈ ചലച്ചിത്രമേളയിൽ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ സൈൻ ലാംഗ്വേജിലൂടെ പ്രസംഗം തർജ്ജമ ചെയ്ത പ്രിയപ്പെട്ട സിൽവി മാക്സിമോന, ഭിന്നശേഷി സൗഹൃദമായി നടത്തിയ ഈ ചലച്ചിത്രമേളയിൽ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ സൈൻ ലാംഗ്വേജിലൂടെ പ്രസംഗം തർജ്ജമ ചെയ്ത പ്രിയപ്പെട്ട സിൽവി മാക്സിമോന,